വെൽക്കം ബാക്ക് ടു belikebutterflies. ഇന്ന് നമ്മൾ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പാണ് ചെയ്യാൻ പോകുന്നത്. നല്ല എഫക്റ്റീവാണ്. ഇതിന് വേണ്ട ചേരുവകൾ കറുകപ്പട്ട, കുരുമുളക്, ചുക്ക്, ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്ലീസ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് കുരുമുളക്, ഒരു 1-1.5 സ്പൂൺ കുരുമുളക് മതിയാവും. ഞാനിപ്പോൾ കുറച്ചധികം പൊടിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര എടുത്തിരിക്കുന്നത്. പിന്നെ ചുക്കാണ് എടുത്തിരിക്കുന്നത്. ചുക്ക് ഒരു 5-6 പീസ് ചുക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറുകപ്പട്ട കുറച്ച് ഒരു 10-15 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ നിങ്ങൾക്ക് കാണാമല്ലോ, അളവ് കാണാമല്ലോ. അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുരുമുളക് ഏറ്റവും കുറച്ച് വേണ്ടത് കുരുമുളകാണ്, അല്ലെങ്കിൽ ഭയങ്കര എരിവായിരിക്കും. അപ്പോൾ ആവശ്യത്തിന് എടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ കുരുമുളക് പൊടിച്ചെടുത്തു. ഇനി നമുക്ക് ഓരോന്നായിട്ട് പൊടിച്ചാൽ മതി, കാരണം അതിലേക്ക് തന്നെ ഇട്ടിട്ട് പൊടിച്ചാൽ മതി. പക്ഷേ എല്ലാം കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ പാടായിരിക്കും പൊടിയാനായിട്ട്. അപ്പോൾ ആദ്യം ഞാൻ കുരുമുളക് പൊടിച്ചു. അത് കഴിഞ്ഞിട്ട് ചുക്ക് ഞാൻ ഒന്ന് ഈസി ആയിട്ട് പൊടിയാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ഒടിച്ച് പീസാക്കി എടുത്തിട്ടാണ് ഞാൻ പൊടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ അടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളകിൻ്റെ അതിലേക്ക് ആ ജാറിലേക്ക് തന്നെ ചുക്കും കൂടി ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. രണ്ടും കണ്ട ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് കറുകപ്പട്ടയുണ്ട്. കറുകപ്പട്ടയാണ് അടുത്തായിട്ട് നമുക്ക് പൊടിക്കേണ്ടത്. അതും നമുക്ക് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ വലിയ പീസുകളാണെങ്കിൽ ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ ഏകദേശം ഒരു മീഡിയം സൈസാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ അധികം ഇങ്ങനെ ഒടിച്ചിടേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് പൊടിക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ഈ പൊടിയാൻ കുറച്ച് പാടുള്ളത് ചുക്കാണ് കേട്ടോ. ചുക്ക് ഇങ്ങനെ ചെറിയ പീസൊക്കെ അതിലിങ്ങനെ കിടക്കും. അപ്പം ഞാനിത് മിക്സ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക്, ചെറിയൊരു പീസൊക്കെ കിടപ്പുണ്ടാവും. അപ്പോൾ നമുക്കത് ഏറ്റവും ലാസ്റ്റ് അതൊന്നും കൂടെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുകയാണ്, ഇങ്ങനെ പൊടിയാത്ത പീസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ്. കണ്ടോ, ഉണ്ട്. അപ്പോൾ ഇതൊന്നും കൂടെ നമുക്ക് പൊടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഇത് 3ഉം കൂടെ പൊടിച്ചെടുക്കുക. അളവ് ഇങ്ങനെയായിരിക്കണം. കറുകപ്പട്ട ഒരു 10-15 പീസ് എടുക്കാം, ചുക്ക് ഒരു 5-6 പീസ് എടുക്കാം, കുരുമുളക് ഒരു 1.5 സ്പൂണൊക്കെ മതിയാവും. കുരുമുളക് ഒരുപാട് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ടായിരിക്കും, കഴിക്കാൻ എരിവ് കൂടുതലായി പോകും. അപ്പോൾ ഈ ഒരു അളവിലെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്ര എടുത്തിരിക്കുന്നത് കുറച്ചധികം പൊടിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളെങ്ങനെയാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ കുറച്ചധികം ഒരു മാസത്തേക്കുള്ള പൊടിച്ച് വയ്ക്കാനാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ എടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് നന്നായിട്ട് നോക്കുക, അതിൽ പൊടിയാതെ കിടക്കുന്ന പീസസൊക്കെ അതിൽ നിന്ന് എടുത്തിട്ട് ഒന്നുകൂടെ മിക്സിയിൽ അടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ടിത് മിക്സിയിൽ നമ്മൾ കുരുമുളക് ആദ്യം പൊടിച്ചു, അത് കഴിഞ്ഞിട്ട് ചുക്ക് പൊടിച്ചു, അത് കഴിഞ്ഞിട്ട് കറുകപ്പട്ട പൊടിച്ചു. അപ്പോൾ എല്ലാം ഇങ്ങനെ മേളിലിട്ട് പൊടിച്ചത് കൊണ്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നിങ്ങൾ ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് എല്ലാം സ്പൂണും കൊണ്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് വേണം നിങ്ങളൊരു ടിന്നിലേക്ക് മാറ്റി വയ്ക്കാനായിട്ട്. ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലിലേക്ക് നമ്മളിത് മാറ്റി വയ്ക്കുക. ഇത് കണ്ടോ, ഇപ്പോൾ ഇതുപോലെ ചുക്കിൻ്റെ പീസ് ഇതുപോലെ പൊടിയാതെ കിടക്കുന്നുണ്ടാവും. ചുക്കിൻ്റെ ആയിരിക്കും, കറുകപ്പട്ടയൊക്കെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. ചുക്കിൻ്റെ പീസ് ഇതുപോലെ കിടക്കുന്നതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒന്നുകൂടെ പൊടിക്കണം. അപ്പം ഞാൻ അത് ഒന്നുകൂടെ ഇതുപോലെ, ഇപ്പോൾ ഞാൻ ഇത്ര എടുത്തതിൽ ചുക്ക് മാത്രമാണ്, കണ്ടോ, ഇതുപോലെ ഒരു 3-4 പീസാണ് പൊടിയാത്തുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് പൊടിച്ചിട്ട് ചേർത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബോട്ടിലേക്ക് മാറ്റാം. ഇത് നമ്മൾ എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ, അതായത് എംപ്റ്റി സ്റ്റൊമക്കിൽ ഒരു 1/2 ടീസ്പൂൺ മതി. 1/2 ടീസ്പൂൺ നല്ല ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് രാവിലെ കുടിക്കുക. അതുപോലെ തന്നെ രാത്രിയും ഇതുപോലെ തന്നെ കുടിച്ചിട്ട് കിടക്കുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഞാനിവിടെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇതിന് മുൻപായിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പൊടിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.